എന്താ ഭാസ്കരേട്ടാ, വിവരം വല്ലതും? തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. ആരെ കെട്ടിക്കാൻ ആദ്യം ഗീതു മോഹൻദാസിനോട് ആരെ കെട്ടിക്കാന്ന് ചോദിക്കണം. എന്ത് കോണോത്തിലെ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശും ഗീതു മോഹൻദാസും എല്ലാരും കൂടിയിട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. പീക്ക് അവരാധം, അവസാനമൊക്കെ അവരാധത്തിന്റെ അങ്ങേറ്റം പരിപാടി ഇത് നാളെ നടക്കും. ഇന്നത്തേക്കുള്ള ഷോ ഉള്ളൂ, നാളെ ഇത് കട്ട കയറും. ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. പോലും ശരിയായില്ല. 5 പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? എന്തെങ്കിലും ഡിസാസ്റ്റർ ആയിപ്പോയി, എന്താ ദുരന്തമായി പോയി എന്ന് പറയായിരുന്നു സാറേ. ഞാൻ എന്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു വെടിപ്പടമാണ്. കല്ല് കുടിക്കുന്ന സിഗരറ്റ് അടിക്കണോ പ്ലക്കണോ, കല്ല് കുടിക്കുന്ന സിഗരറ്റ് അടിക്കണോ പ്ലക്കണോ കൊല്ലണോ, ഇതെന്നെ പരിപാടി. എന്തെന്നാ ഇത്? ഗംഭീരമായിരുന്നു. ഇത് ടോക്സിക് ടോർച്ചർ എന്ന് പറയാം. ലൈഫ് ടൈമിൽ ഇത്രയും ഒരു വേസ്റ്റ് ഇവിടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ ഉറക്കം വരുന്നു. ഒന്നുമില്ല പടത്തിനകത്ത്. ഇവരടുത്ത് ചോദിച്ചോ, ഒരു വാക്കില്ല. പണ്ടായിട്ട് കണ്ടിരിക്കുക. അപ്പൊ മലങ്കണ്ട് പണ്ണിനൊരു നാണക്കേടാ ഈ പടം. ഒന്നിനും കൊള്ളത്തില്ല. അത് തന്നെ 1 രൂപയ്ക്ക് വരത്തല്ല. 1 രൂപയ്ക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര അസഹനീയം. ഡയറക്ടറിന് പണി അറിഞ്ഞൂടാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലോ തിയേറ്ററിൽ ഇരുന്നിട്ട്. ഏത് വഴിക്ക് ഇറങ്ങി ഓർഡർ എന്നുള്ളത് ഒരു പിടുത്തമാണ്. പിന്നെ മരവിച്ചു പോയി. പാൻ ഇന്ത്യൻ ഓണസമ്മാനമല്ല, പാൻ ഇന്ത്യൻ അപരാധം എന്ന് വേണമെങ്കിൽ പറയാം. സഹിക്കാൻ പറ്റുന്നില്ല. വരുന്നു പ്ലക്കുന്നു പോകുന്നു, വരുന്നു പ്ലക്കുന്നു പോകുന്നു. 3.5 മണിക്കൂർ ഇതാണ് ഈ പടം മൊത്തം. വേസ്റ്റ് പടം വെച്ചാൽ അൾട്ടിമേറ്റ് മുമ്പിയ പടം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.